പള്ളിക്കൽ ജാസ് അടിമത്തം സഞ്ചരിക്കുന്ന സാംസ്കാരിക കലാകായിക സംഘടനയാണ്. കേരള കായികരംഗത്ത്, ഇന്ത്യൻ കായികരംഗത്ത് നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത ജാസ് പള്ളിക്കൽ പുതിയൊരു കാൽവയ്പ് കൂടി നടത്തുകയാണ്. ക്യാൻസറിനെതിരെ നിതാന്ത ജാഗ്രതയും പോരാട്ടവുമായി ജാസ് പള്ളിക്കൽ ഈ നാടിൽ നിന്ന് തുടങ്ങി കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ദേശങ്ങളിലൂടെ ഏകദൈവ സഹോദരങ്ങളെ പോലെ ഒരു കൂട്ടം മാരത്തോണിൽ 10 കിലോമീറ്റർ ദൂരം താണ്ടുന്നു. ഈ ലോകത്തെ നമുക്ക് ചേർത്ത് തോൽപ്പിക്കാമെന്ന മഹനീയ സന്ദേശം ഈ നാടാകെ പരത്തിക്കൊണ്ട് ജാസ് പള്ളിക്കലിന്റെ ഉദ്യമത്തിൽ പങ്കെടുക്കുവാൻ വന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും ജാസ് പള്ളിക്കൽ സ്നേഹ അഭിവാദ്യങ്ങൾ നേരുകയാണ്. അവാർഡ് വാങ്ങിയ മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇവിടെ ഈ പങ്കെടുക്കാൻ വന്ന എല്ലാ ആൾക്കാർക്കും ജാസിന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം, മാരത്തോണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ നമുക്ക് കിട്ടിയത് ഇതിന് ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തിയെ തന്നെയാണ്. ശ്രീമതി ലേഖ, ബോക്സിംഗ് താരം, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേൾഡ് മത്സരത്തിൽ പങ്കെടുക്കുക, വിജയം വരിക്കുക ബഹുമാനിയായ നമ്മുടെ ലേഖ നമ്മുടെ നാട്ടുകാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് അഭിമാനം കൊള്ളാം. Former boxing champion, 2006 world cup gold winner, and moreover she has been awarded as the Major Dhyanchand Award on 2021. ജാസ് പള്ളിക്കലിന്റെ എല്ലാ നേതൃത്വങ്ങളോടും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ വരുമ്പോൾ ഇത്രയും വലിയൊരു മാരത്തോൺ, ഇത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ടാകുമെന്നൊന്നും കരുതിയില്ല. കുറച്ച് പേരുണ്ടാവും, പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, അല്ലെ എല്ലാവരും വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഓരോരോ മുഖങ്ങളിൽ നോക്കുമ്പോഴും നമ്മൾ അത്രയും ഒരു ആക്റ്റീവായിട്ട്, ഒരു സ്പോർട്സ് പേഴ്സണെ പോലെ തന്നെ ഒരു ആക്റ്റീവായിട്ട് എല്ലാവരും നിൽക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു അവസരത്തിൽ ജാസ് പള്ളിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു മാരത്തോൺ റേസ്, അതുപോലെ നമ്മുടെ ഈ ഒരു നാടിന്റെ, ഈ ഒരു ഗ്രാമത്തിന്റെയും അഭിമാന താരങ്ങളായി ഈ ക്യാൻസറിനോട് അതിന്റെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു മാരത്തോൺ സംഘടിപ്പിച്ച ജാസ് പള്ളിക്കലിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഔപചാരികമായി ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ജാസ് പള്ളിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു ക്യാൻസറിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന 10 കിലോമീറ്റർ മാരത്തോൺ റേസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക്
ഇനി മീറ്ററുകൾ മാത്രമാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാൻ ബാക്കിയുള്ളത്. 1,00,000 രൂപ ഒന്നാം സമ്മാനം കരസ്ഥമാക്കുവാൻ വേണ്ടി 10,000-കണക്കിന് രൂപ 4 വിഭാഗങ്ങളിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയ സജ്ജനങ്ങൾ നൽകുന്ന ദാനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ, നമ്മുടെ മാരത്തോൺ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 കാറ്റഗറികളിലുള്ള മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. Test number 519, under 17 girls, Devika. Come on. Indian school. We both are from different kind 103. I am 10 kilometers first. Test number 103 ഉണ്ടാ. It was very happy to see this question. Thanks to all. ക്യാൻസർ എന്ന മഹാരോഗത്തിനെതിരെ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ സംഘടിപ്പിച്ചത് ജാസ് പള്ളിക്കൽ. അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. പല പ്രായത്തിലുള്ളവർ അവരോടൊപ്പം ചേർന്ന് ഓടാനും കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. പള്ളിക്കലിൻ്റെ സംഘാടന വളരെ ഗംഭീരമായിരുന്നു. വളരെ നല്ലൊരു സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഓടാനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മികച്ച സംഘടനയാണ് ഉണ്ടായത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അഭിമാനമുണ്ട് പങ്കെടുക്കാൻ. ഒപ്പം ഒളിമ്പ്യൻ ലേഖനാളത്തോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞിട്ട് അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരു വലിയ നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ക്യാൻസർ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്തണം എന്ന് ആലോചിക്കുകയും അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വേൾഡ് ക്യാൻസർ ഡേ എന്ന ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസത്തിലെ ഏതെങ്കിലും ഒരു തീയതിയിൽ ഇതുപോലെ ഉള്ള ഒരു മാരത്തോൺ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഒരു മാരത്തോൺ ആകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഇതറിയുകയും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണ്, ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ഇത് കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് അവരിൽ ഒരു ബോധവൽക്കരണം നടത്താൻ ഇതുവഴി കഴിയും എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ഒരു പരിപാടി നടത്തുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് മാധ്യമം ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലേക്ക് പ്രചാരത്തിലേക്ക് കൊണ്ടുപോയത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയ
നവമാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തുവാൻ ഇത്രയേറെ ഞങ്ങൾക്ക് സൗകര്യം ഞങ്ങളോട് സഹകരിച്ചത് സമീപ പ്രദേശങ്ങളിലെ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ഗ്രന്ഥശാല സംഘങ്ങൾ, സൊസൈറ്റികൾ, അതുകൂടാതെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂൾ, കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ, അപ്പോൾ ഇവരുടെ എല്ലാം സഹകരണം അവരൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ വരികയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എക്കാലത്തും ഞങ്ങൾ കൂടെ നിൽക്കുന്നത്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വിജയം കൊണ്ട് മാത്രമാണ്, സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വിജയിപ്പിക്കുവാൻ സാധിച്ചത്. ഒപ്പം നമ്മുടെ ജാസ് ക്ലബിൻ്റെ എല്ലാ മെമ്പർമാരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രവർത്തനവും ഇതിൻ്റെ വിജയത്തിന് പിന്നിലുണ്ടായിരുന്നു.